തന്റെ ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു, ഞാൻ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു സഹായകനായ പരിശുദ്ധാത്മാവിനെ, ദൈവത്തിന്റെ ആത്മാവിനെ നിങ്ങൾക്ക് തരും, നിങ്ങൾക്ക് അയക്കും. ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അങ്ങനെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിങ്ങനെയുള്ള ആ ത്രിയേക ദൈവം, ആ ഏക ദൈവം, ആ ദൈവത്തിന്റെ ശക്തിയാണ് പരിശുദ്ധാത്മാവ്. ദൈവത്തിന്റെ വചനം എവിടെ പ്രസംഗിക്കപ്പെടുന്നുണ്ടോ അവിടെ ദൈവത്തിന്റെ ശക്തി പ്രവർത്തിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, പരിശുദ്ധാത്മാവ് അവിടെ പ്രവർത്തിക്കും. പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രേരണയ്ക്കനുസരിച്ചാണ് ഞങ്ങൾ നിങ്ങളോട് ഈ സുവിശേഷം ഇപ്പോൾ പറയുന്നതും പങ്കുവെക്കുന്നതും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം സ്വീകരിക്കുമ്പോൾ ഈ ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് നിങ്ങളോട് 2 വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ദൈവം സംസാരിച്ചവയാണ്. ആ ദൈവം സംസാരിച്ച വചനമാണ് വിശുദ്ധ ഗ്രന്ഥമായ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബൈബിൾ എന്ന് പറയുന്ന ഒരു മതഗ്രന്ഥമല്ല, ക്രിസ്ത്യാനികളുടെ പുസ്തകം എന്ന് പറയേണ്ടതില്ല. അത് സകല മനുഷ്യരോടും ദൈവം സംസാരിച്ച വചനത്തിന്റെ സമാഹാരമാണ്. ഈ വചന ഗ്രന്ഥം അല്ലെങ്കിൽ വിശുദ്ധ ബൈബിൾ രൂപം കൊണ്ടത് അത് എവിടെ നിന്ന് വന്നതാണ്? എങ്ങനെയാണ് ദൈവം സംസാരിച്ചു എന്ന് പറയുന്നത്? ദൈവത്തിന്റെ വചനം ദൈവം സംസാരിച്ചവയാണ് എന്ന് പറയുന്നതിന്റെ കാരണം